നമുക്ക് വീണ്ടും വെളിപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. കഴിഞ്ഞ ദിവസം നമ്മൾ 3 സഭകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു. ഇന്ന് രാത്രി നമ്മൾ തുയഥൈരയിലെ സഭയെക്കുറിച്ചാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം വെളിപ്പാട് പുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലാണ് തുയഥൈര സഭയ്ക്കുള്ള ദൂതിന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സീരീസിലെ 13-ാമത്തെ മെസ്സേജുമാണ് നിങ്ങളുടെ ഓർമ്മിക്കായിട്ട്. ഇതിന്റെ ബാക്കിയുള്ള മെസ്സേജുകളെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാഹചര്യങ്ങൾ പോലെ നിങ്ങൾക്ക് കേൾക്കുവാനൊക്കെ ഫ്രീ ആനൊക്കെ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നല്ലതെങ്കിൽ അതിനൊക്കെ സമയം ഉപയോഗിക്കുക, വിനിയോഗിക്കുക. അതിന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ ആ വേദഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. തുയഥൈരയിലെ സഭയുടെ ദൂതന് എഴുതുക, അഗ്നിജാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കി കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുകയും എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രം കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വേദഭാഗത്താണ് തുയഥൈര സഭയോടുള്ള ദൂതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ ഓരോ സഭകളിൽ നമ്മൾ അതിന്റെ ചരിത്ര പശ്ചാത്തലവും അതിന്റെ എങ്ങനെയാണ് ആ സഭ എങ്ങനെയാണ് വന്നിരിക്കുന്നതും അതിന്റെ എങ്ങനെയാണ് ആ സഭയോടുള്ള ദൂത് ആ ദേശത്തോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിക്കാനൊന്നു. ഇവിടെ തുയഥൈര പട്ടണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യ മൈനറിലുള്ളതാണ് ഈ പട്ടണവും എന്ന് നമുക്ക് അറിയാമല്ലോ. ഏഷ്യ മൈനറിലെ തുയഥൈര പട്ടണം പെർഗമോസ് പട്ടണത്തിന് തെക്ക് കിഴക്കായി 40 മൈൽ അകലെ, ഏകദേശം 60-65 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു പട്ടണമാണ് ഈ തുയഥൈര പട്ടണം. ഹർമൂസ്, കായ്ക്കസ് എന്ന 2 നദികൾ ബന്ധിപ്പിക്കുന്ന ഒരു നീണ്ട താഴ്വരയിലാണ് ഈ പട്ടണം രൂപീകൃതമായിരിക്കുന്നത്. ഈ പട്ടണത്തിന് ഒരു വിശാലമായ താഴ്വരയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഭൂപ്രകൃതി ആയതിനാൽ പലപ്പോഴും ശത്രുക്കളുടെ നേരിട്ടുള്ള ആക്രമണത്തിന് ഇരയാകുന്ന ഒരു പട്ടണമാണ്. നിരന്തരം നശിപ്പിക്കപ്പെടുന്ന ഒരു പട്ടണം. അങ്ങനെ നശിപ്പിക്കപ്പെടുന്നത് വീണ്ടും പണിയും അങ്ങനെയുള്ള ഒരു പട്ടണമാണ്. എന്ന് പറയുന്നത് നമ്മൾ ചില പുഴയുടെ വക്കിലൊക്കെയുള്ള സ്ഥലങ്ങൾ വീടുകളൊക്കെ ഒരു വലിയ വെള്ളപ്പൊക്കം വരുമ്പോൾ വീട് പൊളിഞ്ഞു പോകും, പിന്നെയും പിന്നെയും ആ ഒരു തലത്തിൽ തുടർച്ചയായ ആക്രമണത്തിന് ഇരയാകപ്പെട്ട ഒരു പട്ടണമായിരുന്നു ഈ തുയഥൈര പട്ടണം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിൻഗാമി അല്ലെങ്കിൽ ജനറൽ ആയിരുന്ന സെലൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനെ ഒരു ഗ്രീക്ക് കോളനി ആയിട്ട് ഈ തുയഥൈര പട്ടണത്തെ സ്ഥാപിച്ചത്. സെലൂക്കസ് നിക്കേറ്റർ ഒരു യുദ്ധത്തിൽ ലിസിമാക്കസുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് തനിക്ക് ഒരു മകൾ ജനിച്ച വാർത്ത താൻ അറിഞ്ഞു. അന്നേരം ആ മകളുടെ ജന്മദിന ഓർമ്മയായി ഈ തുയഥൈര എന്ന പേര് നൽകി ഈ പട്ടണത്തെ സ്ഥാപിക്കുന്നതായിട്ടുണ്ട്. സെലൂക്കസ് നിക്കേറ്റർ സ്ഥാപിച്ച ഒരു പട്ടണമാണ് ഈ തുയഥൈര പട്ടണം. പിന്നീട് ഇതൊരു ഗ്രീക്ക് സൈനിക താവളമായിട്ട് മാറുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ആ പട്ടണത്തെ BC 190 കർത്താവിന് 190 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ സൈന്യം ഇതിനെ കീഴടക്കി റോമൻ പ്രവിശ്യയോട് ഇതിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഈ തുയഥൈര ഒരു വലിയ വ്യാപാര വാണിജ്യ കേന്ദ്രമായിട്ട് മാറുന്നുണ്ട്. കാരണം പെർഗമോ, സാർദീസ്, മുന്ന ഈ പട്ടണങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകൾ ഈ തുയഥൈരയിലൂടെ കടന്നുപോയതുകൊണ്ട് അതൊരു വാണിജ്യ കേന്ദ്രമായി മാറി, ഒരു വ്യാപാര കേന്ദ്രമായി മാറി. ഇന്ന് ഈ പട്ടണത്തെ അറിയപ്പെടുന്നത് തുർക്കിയിലുള്ള അക്ഹിസർ അല്ലെങ്കിൽ അക്ഹിസാർ എന്നറിയപ്പെടുന്ന ഈ പട്ടണം വലിയൊരു പട്ടണമൊന്നുമല്ല. പക്ഷേ
ഇന്നും വലിയൊരു പാതയുടെ തീരത്താണ്. അതായത് സ്മുർണ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സ്മുർണ അല്ലെങ്കിൽ ഇസ്മിർ എന്ന് പറയുന്ന ആ തുർക്കിയിലെ പ്രധാന പട്ടണത്തിൽ നിന്ന് ഇസ്താംബുൾ വരെ പോകുന്ന ഒരു പ്രധാന പാതയുടെ അല്ലെങ്കിൽ ആ പാത ഈ പട്ടണത്തിനുള്ളിലൂടെയാണ് പോകുന്നത്. ഈ പട്ടണത്തിലൂടെ അങ്ങനെ അഖീസർ എന്നറിയപ്പെടുന്ന ഈ പട്ടണം നിന്ന് അവിടെയുണ്ട്. പക്ഷെ പണ്ടത്തെ ആ പ്രൗഢിയോ അല്ലെങ്കിൽ ആ പേരൊന്നുമില്ല. ഇവിടുത്തെ പ്രധാന വാണിജ്യ ഉൽപ്പന്നം വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കുന്ന ചായം അല്ലെങ്കിൽ ഡൈ നിർമ്മിക്കലായിരുന്നു. തുയത്തൈരിലെ രക്താംബരം വളരെ പ്രസിദ്ധമായിരുന്നു. ഇവിടെയുള്ള നദിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രത്യേക ഇനം കക്കയിൽ നിന്ന് ലഭിക്കുന്ന ഒരു രാസവസ്തു ആയിരുന്നു രക്താംബരം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നത്. ഈ രാസവസ്തു വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ലഭിക്കുകയുള്ളായിരുന്നു. ആയതിനാൽ ഈ പ്രശസ്തമായ രക്താംബരത്തിന് വലിയ വില അവർ ഈടാക്കിയിരുന്നു അല്ലെങ്കിൽ നൽകേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ ചില പ്രത്യേക തരം സസ്യങ്ങളുടെ വേരിൽ നിന്നും ഇത്തരം നിറങ്ങൾ തുയത്തൈരിൽ നിർമ്മിക്കുമായിരുന്നു. ഈ രക്താംബരം എന്ന പേര് നമ്മളെ പൗലോസിന്റെ പ്രസംഗത്താൽ രക്ഷിക്കപ്പെട്ട ലുദിയ എന്ന വ്യക്തിയെ നമുക്കൊക്കെ ഓർക്കും. നമ്മൾ പെട്ടെന്ന് അവിടേക്ക് ചെല്ലുന്നത് ആ ലുദിയയുടെ ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുള്ളൂ. രക്താംബരക്കാർ വിൽക്കുന്നവളായിരിക്കുന്ന ലുദിയ രക്ഷിക്കപ്പെട്ടു. ഫിലിപ്പി പട്ടണത്തിൽ ആദ്യമായി രക്ഷിക്കപ്പെട്ട് സുവിശ്വാസത്തിലേക്ക് വന്നത് ലുദിയയാണ്. അന്നേരം ആ ലുദിയയുടെ ആ ഓർമ്മയിലേക്ക് രക്താംബരം എന്നുള്ള ആ വാക്ക് നമ്മളെ അവിടെ എത്തിക്കും. നമ്മളെ തുയത്തേരക്കാരിയായിരുന്നു, പക്ഷെ ഫിലിപ്പി പട്ടണത്തിലായിരുന്നു അവർ വ്യാപാരം ചെയ്തിരുന്നത്. ഇനി തുയത്തേരയിലുള്ള ആ കാലത്തുള്ള സാമൂഹിക പശ്ചാത്തലം പരിശോധിച്ചാൽ സ്മുർണ, പെർഗമോസ് എന്നിവിടങ്ങളിലെ പോലെ മതപരമായ വലിയ തീവ്രത തുയത്തേരയിൽ ഉണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്മുർണ പഠിച്ചപ്പോഴും പെർഗമോസ് പഠിച്ചപ്പോഴും അവിടെയുള്ള ജാതീയ ദേവന്മാർക്ക് വേണ്ടിയും ചക്രവർത്തി ആരാധനയ്ക്ക് വേണ്ടിയും ഭയങ്കര തീവ്രതയായിരുന്നു. അവിടെ ജനങ്ങൾ തീവ്രമായിരുന്നു, പട്ടാളക്കാർ തീവ്രമായിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് വളരെ പീഡനങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സഭകളിലൊക്കെ ഉണ്ടായിരുന്നു, പട്ടണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണ്ടിരുന്നു. ഇവിടെയും പല ദേവീ ദേവന്മാരുടെ ഒപ്പം ചക്രവർത്തിയും അവർ ആരാധിച്ചിരുന്നു. ചക്രവർത്തി ആരാധനയും ഈ തുയത്തേര പട്ടണത്തുണ്ടായിരുന്നു. എങ്കിലും തുയത്തേരക്കാരുടെ പ്രധാന ആരാധനമൂർത്തി സൂര്യദേവനായിരുന്ന അപ്പോളോ ദേവനായിരുന്നു. അപ്പോളോ നമ്മൾ കേട്ടിട്ടുണ്ട്, സൺ ഗോഡ് അല്ലെങ്കിൽ സൂര്യദേവനായിരുന്ന അപ്പോളോ ആയിരുന്നു. പക്ഷേ നമ്മുടെ ഈ തുയത്തേരയോടുള്ള ദൂതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ. ആ നഗരം അതിലിന് പുറത്ത് നിസാരം എന്ന് തോന്നുന്ന ഒരു ചെറിയ ദേവാലയം ഉണ്ടായിരുന്നു. അതിന്റെ പേര് സമ്പേത്ത് എന്നറിയപ്പെടുന്ന ഒരു പ്രതിഷ്ഠയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് വളരെ പേരെ ആകർഷിക്കുന്ന ഒരു പ്രതിഷ്ഠയായിരുന്നു. കാരണം അവിടെ ഒരു ഭാവികാല കാര്യങ്ങൾ പ്രവചിക്കുന്ന ഒരു സ്ത്രീ ആഭിചാരം നടത്തിയതായി ചരിത്രം പറയുന്നുണ്ട്. അന്നേരം അവരുടെ അടുക്കൽ വന്ന് ഭാവിയെ കുറിച്ച് അറിവാൻ, നമുക്കറിയാം കൈനോട്ടക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ലോകത്തിലുള്ള അനേകർ കൈനോട്ടക്കാരുടെ അടുത്ത് പോകുന്നുണ്ട്, ഭാവിയുടെ അടുക്കൽ പറയുന്നുണ്ട്. വിശ്വാസികളിൽ നിന്ന് നാം പറയുന്ന പ്രവാചകന്മാരെ വിളിച്ച് നമ്മുടെ ഭാവിയെ കുറിച്ച് അറിയുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഈ ഭാവി പ്രവചിക്കുന്ന ആ ഒരു വ്യക്തി, ഒരു സ്ത്രീ ഉള്ളതിനാൽ ആ ചെറിയ ആ ക്ഷേത്രം വളരെ പ്രസിദ്ധിയായിരുന്നു, അല്ലെങ്കിൽ വളരെ ആൾക്കാരെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. ഇതാണ് തുയത്തേര സഭയുടെ ദൂതിൽ പറഞ്ഞിരിക്കുന്ന ഇസബേൽ എന്ന സ്ത്രീ എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മൾ പിന്നീട് വരുമ്പോൾ അത് കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു അഭിപ്രായവും അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന സ്ത്രീയാണ് തുയത്തേര സഭയുടെ ദൂതിൽ പറഞ്ഞിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് സഭയെ കുറിച്ച് വരാം. തുയത്തേര സഭ വെളിപ്പാട് പുസ്തകത്തിലെ ദൂതുകൾ ലഭിച്ച നഗരങ്ങളിൽ ഏറ്റവും ചെറുത് ഈ പറഞ്ഞിരിക്കുന്ന തുയത്തേരയാണ്. ബാക്കിയുള്ള പട്ടണങ്ങളൊക്കെ വലിയ പട്ടണങ്ങളാണ്. തുയത്തേരയാണ് അതിൽ ഏറ്റവും, ഈ ഏഴ് പട്ടണങ്ങളിൽ ഏറ്റവും ചെറിയ പട്ടണം തുയത്തേര പട്ടണമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ കത്ത് ലഭിച്ച സഭ തുയത്തേരയിലേതാണ്. തുയത്തേരയ്ക്കുള്ളതാണ്. ഏറ്റവും കൂടുതൽ വാക്യങ്ങളുള്ള ആ കത്ത് ലഭിച്ചിരിക്കുന്ന തുയത്തേര സഭയ്ക്കുള്ളതാണ്. അതുപോലെ തന്നെ പെർഗമോസ്, സ്മുർണ സഭകളെ പോലെ തന്നെ തുയത്തേരയുടെ സഭയുടെ ആരംഭത്തെക്കുറിച്ച്, അതിന്റെ തുടക്കത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ കൂടുതലായി ഒന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഫിലിപ്പി പട്ടണത്തിൽ രക്താംബരം വിൽക്കുന്ന തുയത്തേര പട്ടണക്കാരിയായ ലുദിയ പൗലോസിന്റെ സുവിശേഷ പ്രസംഗത്തിലൂടെ വിശ്വാസത്തിൽ വന്നത് അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ മുമ്പ് നിങ്ങളോട് ഇത് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അന്നേരം ആ വിശ്വാസത്തിലേക്ക് വന്ന ആ ലുദിയ അന്നേരം അവരുടെ വ്യാപാരം അല്ലെങ്കിൽ അവരുടെ ജോലി എന്ന് പറഞ്ഞത് രക്താംബരം വിൽക്കുന്നതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, രക്താംബരം എന്ന് പറഞ്ഞത് വളരെ വില കൂടിയ ഒരു വസ്തുവായിരുന്നു. അന്നേരം രക്താംബര വ്യാപാരം വളരെ മൂലധനം മുടക്കി ചെയ്യേണ്ടതായുള്ള ഒന്നായിരുന്നുകൊണ്ട് സമ്പന്നരായിട്ടുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാറുള്ളൂ. കാരണം വളരെ മൂലധനം, വളരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ജോലി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ബിസിനസ് ആയിരുന്നു. അന്നേരം ലുദിയയുടെ കുടുംബം ഒരു സമ്പന്ന കുടുംബമായിരിക്കും. അന്നേരം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ നോക്കുമ്പോൾ അവിടെ ഫിലിപ്പി പട്ടണത്തിൽ തനിക്കൊരു ഭവനമുള്ളതായും ആ ഭവനം താൻ രക്ഷിക്കപ്പെട്ട ശേഷം പൗലോസിനും തന്റെ കൂട്ടുകാർക്കൊക്കെ കൂടെയുള്ളവർക്കൊക്കെ ആയിട്ട് തുറന്നു കൊടുത്തതായിട്ടൊക്കെ നമുക്ക് ആ ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഫിലിപ്പി പട്ടണത്തിൽ താൻ മടങ്ങി തുയത്തേരിൽ എത്തിയ ശേഷം അവർ സ്ഥാപിച്ചതായിരിക്കാം തുയത്തേരിയിലെ സഭ എന്നൊരു അഭിപ്രായമുണ്ട്. അന്നേരം ലുദിയയും കൂട്ടരും സ്ഥാപിച്ചതായിരിക്കാം എന്നുള്ളത്. പക്ഷെ അതിനേക്കാളൊക്കെ കുറെ കൂടെ
വിശ്വസനീയമായി നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പൗലോസ് എഫസോസിലെ തുറന്നോസിന്റെ പാഠശാലയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ച് പഠിപ്പിച്ചത് ആസ്യ മുഴുവൻ, നമ്മളൊന്ന് മുമ്പ് ചിന്തിച്ചതാ, ആസ്യ മുഴുവൻ സുവിശേഷം കേൾക്കാൻ ഇടയായി എന്ന് പറയുന്ന ഒരു വേദഭാഗം 19-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ രൂപമെടുത്തതായിരിക്കും സ്മുർന, പെർഗമോസ്, അതിനൊപ്പം തന്നെ രൂപമെടുത്തതായിരിക്കാം. അവിടെ നിന്ന് ദൈവവചനം എന്താ പറയാ ക്രമീകരണമായി പഠിച്ച് ആ ഭക്തിയോട് ജീവിക്കുന്ന വിശ്വാസിക ശിഷ്യന്മാർ കടന്നു വന്ന് സ്ഥാപിച്ച സഭയായിരിക്കാനാണ് കൂടുതൽ സാധ്യത. തുയത്തൈരയിലെ സഭയും അങ്ങനെ രൂപമെടുത്തതായിരിക്കാനുള്ളത്. നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഈ 7 സഭകളല്ല ഏഷ്യ മൈനറിലുള്ളത്, നിരവധി സഭകളുണ്ട്. പക്ഷെ ഈ 7 സഭകളെ ദൂതിനായി കർത്താവ് തെരഞ്ഞെടുത്തു. അതിനൊരു പ്രത്യേക പർപ്പസ് ഉണ്ടായിരുന്നു. ഒന്ന്, 7 സഭ എന്നൊരു പൂർണ്ണതയെ കാണിക്കുന്ന ഒന്നായിരുന്നു. ആ പൂർണ്ണതയുടെ അതിന്റെ ആ അർത്ഥത്തിലാണ് പ്രധാനമായിട്ടും ഈ 7 സഭ വന്നിരിക്കുന്നത്. അതിൽ തുയത്തേര വന്നപ്പോൾ തുയത്തേരയുടെ ഇതിൽ വരുന്ന കുറവുകൾ, അതിനൊക്കെ ഓരോ തരത്തിൽ ഓരോ കാലഘട്ടത്തെ അല്ലെങ്കിൽ ഓരോ നിലയിൽ അതിലൂടെ ഒക്കെ ദൈവത്തിന് ചില സന്ദേശങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ 7 സഭകൾ തിരഞ്ഞെടുത്തതെന്ന് നമ്മൾ മുമ്പ് ചിന്തിച്ചതാണല്ലോ. അന്നേരം ആ കാലഘട്ടത്തിൽ രൂപമെടുത്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ ശിഷ്യന്മാരിൽ കൂടെ രൂപമെടുത്തതാകാനാണ് തുയത്തേര സഭയുടെ ഏറ്റവും കൂടുതൽ വലിയ സാധ്യത. ഇനി നമ്മൾ പറയാം, വിവിധ കാലയളവിനെ വെച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെ നമ്മൾ പഠിക്കാറുണ്ട്. AD 606 മുതൽ 1520 വരെയുള്ള കാലഘട്ടത്തിന്, അല്ലെങ്കിൽ അതിനെയാണ് തുയത്തേര കാലഘട്ടം എന്നറിയപ്പെടുന്നത്. AD 600 മുതൽ ഏകദേശം 1500 വരെയുള്ള കാലഘട്ടം, വലിയൊരു കാലഘട്ടമുണ്ട്. ഇനി സഭയോടുള്ള അല്ലെങ്കിൽ പൊതുവെയുള്ള ദൂതിന്റെ അടിസ്ഥാനത്തിൽ തുയത്തേര വിശ്വാസികൾ, ഞാനത് മുമ്പ് പറഞ്ഞിരുന്നു, ആ വിശ്വാസികൾക്ക് പീഡനങ്ങൾ കുറവായിരുന്നു. കാരണം മതപരമായ തീവ്രത മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച്, പെർഗമോസിനെ അപേക്ഷിച്ച്, സ്മുർനെ അപേക്ഷിച്ച് ആ മതപരമായ തീവ്രത ഇല്ലായിരുന്നു. ഓക്കെ, നിനക്ക് നിന്റെ വഴി, നീ ദൈവത്തെ ആരാധിക്കും, ക്രിസ്തുവിനെ ആരാധിക്കും, നീ ആരാധിച്ചു, ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ഇടപെടുന്നില്ല എന്ന് പറയുന്ന ഒരു തണുത്ത ആ നിലയിലായിരുന്നു തുയത്തേരയിലുള്ള ജനങ്ങൾ നിലനിന്നിരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചുള്ള പീഡനങ്ങളൊക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ആ നിലയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ തുയത്തേര സഭ നേരിട്ട് ഒരു പ്രതിസന്ധിയായി പറയുന്നത്, ചരിത്രം പറയുന്നത്, അവിടുത്തെ വ്യാപാരങ്ങളും നിർമ്മാണങ്ങളും എല്ലാം നിയന്ത്രിച്ചിരുന്നത് തദ്ദേശീയമായ സംഘടനകളായിരുന്നു. നമുക്കറിയുന്ന ജോലിക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഓരോ സംഘടനകൾ, ഉദ്യോഗസ്ഥരുടെ ഇടയിലൊക്കെ നമുക്കറിയാം, തൊഴിലാളികളുടെ ഇടയിൽ പോലും ആണെങ്കിൽ വിവിധ സംഘടനകളുണ്ട്. ആ സംഘടനകൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും അവർ മുടക്കം വരുത്തിയും അവരുടെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ നമുക്കറിയാം. ആ യൂണിയനൊക്കെ തീരുമാനിക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആധുനിക രീതിയിലുള്ള ഇതുപോലെയുള്ള സംഘടനകളിൽ അല്ലെങ്കിൽ ഇതേപോലെ അതേ എന്താ പറയാ അതേ പ്രക്രിയയിലൂടെ പ്രവർത്തിക്കുന്ന ഈ സംഘടന, ഈ പറയുന്ന തുയത്തേരയുടെ ആ കാലഘട്ടത്തിലുള്ള സംഘടന, അങ്ങനെയുള്ള സംഘടനകളിൽ അംഗത്വം എടുത്തുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, തൊഴിൽ, വ്യാപാരം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ അല്ലെങ്കിൽ പങ്കുചേരാൻ കഴിയുള്ളൂ. അതിനെ അവർ അനുവദിച്ചിരുന്നുള്ളൂ. അന്നേരം ഇന്ന സംഘടനയിൽ പങ്കെടുക്കുമ്പോൾ ആ ജോലി ചെയ്യുവാൻ അല്ലെങ്കിൽ ആ വ്യാപാരം ചെയ്യുവാൻ അവർക്ക് അനുവാദമുണ്ട്. മറ്റുള്ളവർക്ക് ആ വ്യാപാരത്തിലേക്ക് ഇടപെടുവാനൊന്നും കഴിയില്ല. പക്ഷേ ഈ ഓരോ സംഘടനയ്ക്കും അവരുടേതായ ഒരു ആരാധന ദൈവവും അവരുടേതായ യോഗങ്ങളും അല്ലെങ്കിൽ ഈ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഈ വിഗ്രഹങ്ങളെ, അല്ലെങ്കിൽ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളെ വണങ്ങുകയും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുകയും ചെയ്യുന്നതിന് പ്രോത്സാഹനം കൊടുക്കുന്നതുമായിരുന്നു. അന്നേരം അവരുടെ യൂണിയൻ മീറ്റിങ്ങുകളൊക്കെ ആ തരത്തിലായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അങ്ങനെയായിരുന്നു ഈ സംഘടനകൾ വന്നത്. അന്നേരം ഇതുപോലെ ഈ അസാൻമാർഗിക പ്രവൃത്തികൾക്ക് ഇടകൊടുക്കുന്നവരായതിനാൽ വിശ്വാസികൾക്ക് ഇങ്ങനെയുള്ള സംഘടനകളിൽ ചേരാതെ അവർക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്യുവാനോ എന്തെങ്കിലും വ്യാപാരം ചെയ്യുവാനോ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ സംജാതമായി. അന്നേരം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അന്നേരം അവരോട് കൂടെ അതിലും പങ്കെടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവിടെയും പോയി ഇരിക്കേണ്ടി വന്നു, അതിന്റെ മുമ്പിൽ ചെല്ലേണ്ടി വന്നു എന്നുള്ള ഒരു നിലയിൽ ഒരു ബുദ്ധിമുട്ട് തുയത്തേര വിശ്വാസികൾക്കുണ്ടായിരുന്നു. മറ്റു പീഡനങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സഭയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. പീഡനങ്ങളിൽ നിന്നൊക്കെ തുയത്തേര സഭ മുക്തമായിരുന്നതിനാൽ ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതം ആചരിക്കുന്നതിൽ അല്ലെങ്കിൽ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ നമുക്കൊന്നും ഒരു പരിധി വരെയൊക്കെ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. നമ്മുടെ ആരാധന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, ക്രിസ്ത്യ ജീവിതം അത് പ്രസംഗിക്കുന്നതിന്, ഒരു പരിധി വരെ പ്രസംഗിക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടുകളോ പീഡനങ്ങളോ ഒന്നും കേരളത്തിന്റെ സാഹചര്യത്തിലോ മറ്റിടത്തൊന്നും ഇല്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്, പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും അത്രയും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ സ്മുർന കാലഘട്ടത്തെ പോലെ അല്ലെങ്കിൽ പെർഗമോസ് കാലഘട്ടത്തിലെ പോലെയുള്ള വലിയ പീഡനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപദേശത്തിന്റെ കാര്യത്തിലേക്ക് വരാം. പെർഗമോസ് സഭയിൽ സംബന്ധിച്ച ഉപദേശ വിശുദ്ധിയുടെയും ജീവിത വിശുദ്ധിയുടെയും വീഴ്ച ഇവിടെ നമ്മൾ അറിഞ്ഞു. ബിലിയാമിന്റെ ഉപദേശം പിടിച്ചവരെ കുറിച്ച് നമ്മൾ കേട്ടു, നിക്കോളാവിന്റെ ഉപദേശത്തെ പിടിച്ചവരെ നമ്മളെ കുറിച്ച് കേട്ടു. അങ്ങനെ ആ ഉപദേശ വിശുദ്ധിയുടെയും ജീവിത വിശുദ്ധിയുടെയും വീഴ്ച ഒരു തുടർച്ചയായി തുയത്തേര കാലഘട്ടത്തിൽ തുടർന്ന്, അല്ലെങ്കിൽ തുയത്തേര സഭയിലും തുടർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കാലത്ത് നമുക്ക് ഒത്തിരി പേരെ നമുക്ക് അങ്ങനെയുള്ളവരെ കാണാൻ കഴിയുന്നുണ്ട്. അവർ
നമ്മൾ അവരോട് സംസാരിക്കുകയും നമ്മൾ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ സാധാരണഗതിയിൽ അവർ പറയുന്ന വാദങ്ങൾ അവരുടെ പൂർവികന്മാർ, നമ്മളിപ്പം നമ്മളൊക്കെ ഓരോ വിവിധ സമുദായങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നവരാണല്ലോ. അന്നേരം അവരുടെ പൂർവികന്മാർ ഉള്ള സ്ഥലത്ത് തന്നെ അവർ തുടരും, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരുണ്ട്. ഇനി വേറൊരു കൂട്ടർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, നവീകരണമല്ല പഴയതിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ് വേണ്ടത്. പക്ഷേ അവർ ഒരിക്കലും അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന 1-ാം നൂറ്റാണ്ടിലെ സഭയിലേക്ക് അവർ മടങ്ങി പോകുന്നില്ല. അവർ മടങ്ങി പോകുന്നത് അവർ പിടിച്ചിരിക്കുന്ന ആ സഭയുടെ ആ തലത്തിലേക്കാണ് അവർ പോകുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ നാം കാണുന്നുണ്ട്. പക്ഷെ തിരുവചനം നമുക്ക് തരുന്ന നിർദ്ദേശം വ്യക്തിപരമായ വേർപാടിനെയും വിശുദ്ധിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഏതാണോ നമ്മളുടെ മുന്നിൽ വരുന്നത് അതിനെയൊക്കെ നാം വിട്ടൊഴിയണമെന്നാണ് തിരുവചനം നമ്മളെ ഉപദേശിക്കുന്നത്. അങ്ങനെയാണ് തിരുവചനം നമ്മളോട് സംസാരിക്കുന്നത്. അത് നാം മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം. നമ്മുടെ വിശുദ്ധി വേർപാട്, കാരണം നമ്മൾ ഈ ലോകത്തിലുള്ളതല്ല. ഈ ലോകത്തിലേക്ക് നമുക്കൊന്നും നേടാൻ കഴിയുകയില്ല. നമുക്ക് നേടാനുള്ളത് നിത്യതയിലുള്ള നിക്ഷേപത്തിലേക്കാണ് നമുക്ക് നേടാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ലോകത്തിനോട് ഒരു പരിധി വിട്ട് ഒരു വിധത്തിലുള്ള ഒരു എന്താ പറയാ ഒരു ആഴത്തിലൊരു ബന്ധത്തിലേക്കൊന്നും നമുക്ക് ഇടവരുത്താൻ അല്ലെങ്കിൽ അതിനൊന്നും ഇട കൊടുക്കാതെ നാം നിത്യതയ്ക്ക് കരുതുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യാണ്. അതുകൊണ്ട് വേർപാടും വിശുദ്ധിയും അതിനെ ബാധിക്കുന്ന ഏതൊരു വിഷയമാണെങ്കിലും അതിനൊക്കെ നാം വിട്ടൊഴിയണം. ദൈവം അതിന് നമ്മളോട് കർശനമായി പറയുന്ന ഒരു കാര്യമാണ് വേർപാടും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. നമ്മളെ പഴയ നിയമത്തിലേക്കൊക്കെ നാം നോക്കുകയാണെങ്കിൽ പിതാക്കന്മാരുടെ പാരമ്പര്യത്തെ പ്രതി കോരഹ് പുത്രന്മാർ തങ്ങളുടെ നിയോഗങ്ങളെ നഷ്ടമാക്കിയില്ല. അവർ പിന്നീട് യഹോവയുടെ ആലയത്തിൽ പാട്ടുകാരായി ദൈവസന്നിധിയിൽ അനേക സങ്കീർത്തനങ്ങൾ പാടുന്ന ആ ഒരു പദവിയിലേക്ക് വന്നു. പിതാക്കന്മാരുടെ ഒപ്പം കൂടി നിൽക്കുവാനൊന്നും അവർ നിന്നില്ല. അവരെന്ത് ചെയ്തു? അവർ മാറിപ്പോയി. അവർ അതിനൊന്നും ഇടം കൊടുത്തില്ലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നശിപ്പിക്കപ്പെടാൻ പോകുന്ന സോദോം ഗൊമോരയും നമ്മുടെ മുന്നിൽ ദൃഷ്ടാന്തമാ. ലോത്തിനോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കരുത്, ഇവിടുന്ന് വിട്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ വിട്ടുപോകണം. വിട്ടുപോയില്ലെങ്കിൽ അത് അവർ അപകടമാണ്. നമ്മുടെ വിശുദ്ധിയും നമ്മുടെ ദൈവകൃപയും നഷ്ടപ്പെടുത്തുന്ന ഏതൊരു മേഖലയിൽ നിന്നും നാം വിട്ടുപോകുകയും നാം മാറിപ്പോകുകയും അത്യാവശ്യമാണ്. അതിനെ കർശനമായി തന്നെയാണ് ദൈവവചനം നമ്മളോട് ഇടപെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും ലോകത്തിന്റെ അഭിപ്രായത്തിന് കീഴടങ്ങി കൊടുത്തു അല്ലെങ്കിൽ അതിൽ നല്ലതെന്ന് തോന്നുന്ന ആ ഏതെങ്കിലും അഭിപ്രായത്തിലൂടെ പോകുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. നമുക്കറിയാം പെർഗമോസ് സഭയിൽ നമ്മൾ പഠിച്ചപ്പോൾ പെർഗമോസ് സഭയിൽ പുരുഷന്മാരാണ് വീഴ്ചകൾക്ക് കാരണമായത്, അല്ലെ? നമ്മൾ ബിലയാമിന്റെ ഉപദേശം, നിക്കോളാവിന്റെ ഉപദേശം, എന്നാൽ പുരുഷന്മാരുടെ പേരുകളാണ് അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ തുയത്തേര സഭയിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് ദുഷ്പ്രവൃത്തികൾ സഭയിൽ കടന്നുകൂടിയത്. സ്ത്രീകളാണ് അവിടെ ലീഡിംഗ് ആയിട്ട് വന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പെർഗമോസ് സഭ ആ കാലയളവിൽ ലഭിച്ച രാജകീയ സംരക്ഷണം, നമ്മൾ ആ കാലഘട്ടത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ലഭിച്ച ഒരു രാജകീയ സംരക്ഷണം പുരോഹിതന്മാർക്ക് നിരവധി ആനുകൂല്യങ്ങളും പദവികളും അധികാരങ്ങളും ലഭിക്കുവാൻ ഇടയായി എന്ന് നമ്മൾ പഠിച്ചു. അത് പക്ഷേ പിന്നീട് വന്നപ്പോൾ റോമൻ സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തോടുകൂടി റോമൻ സാമ്രാജ്യം നശിക്കുന്നതോടുകൂടി എന്ത് സംഭവിച്ചു? രാജ്യത്തിന്റെയും സഭയുടെ, അതൊരു റോമൻ കൈസറായിരുന്ന സകലത്തിന്റെയും അധികാരികൾ, റോമൻ സാമ്രാജ്യം അധപ്പതിച്ചപ്പോൾ രാജ്യത്തിന്റെയും സഭയുടെയും ഓരോ വിവിധ രാജ്യങ്ങളായി കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ ഫോം ചെയ്തു. യൂറോപ്പിലുള്ള രാജ്യങ്ങളുടെ ഓരോന്നിന്റെയും ഭരണം റോമൻ കത്തോലിക്ക സഭയിലെ പോപ്പുമാരിൽ നിക്ഷിപ്തമായി. ഈ കാലഘട്ടത്തിൽ അനേകം ദൈവവചനത്തിന് വിരുദ്ധമായ നിരവധി ദുരുപദേശങ്ങളും ദുരാചാരങ്ങളും സഭയിൽ കടന്നുകൂടി. ഒത്തിരി ഉണ്ട്. ഞാനതിന്റെ പട്ടികകൾ ചിലതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ എല്ലാത്തിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. നമുക്ക് തുയത്തേര സഭയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ തുയത്തേര എന്ന വാക്കിന്റെ അർത്ഥം ഇടവിടാതെയുള്ള ബലി അല്ലെങ്കിൽ നിരന്തരമായ ധൂപ വഴിപാട്. തുയത്തേര എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് അതായത് തിരുവചന സത്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചും ബിംബാരാധനയിലേക്കും ബലികർമ്മങ്ങളിലേക്കും അധപ്പതിച്ച തുയത്തേര കാലഘട്ടം യഥാർത്ഥത്തിൽ സഭയുടെ ഒരു അന്ധകാര യുഗമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന 600 മുതൽ 1520 വരെയുള്ള കാലഘട്ടം ഒരു അന്ധകാര യുഗമായിരുന്നു. ആ നിലയിലായിരുന്നു. നമ്മുടെ വേദഭാഗങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. വേദഭാഗങ്ങളിലേക്ക് വരികയാണ്. 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: തുയത്തേരയിലെ സഭയുടെ ദൂതന് എഴുതുക, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് കർത്താവ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമുക്കറിയാം എല്ലാ ദൂതുകളിലും, എല്ലാ സഭയ്ക്കുള്ള ദൂതുകളിലും കർത്താവ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നു. കർത്താവിന്റെ ആ സ്വഭാവം 1-ാം അധ്യായത്തിൽ അവന് കർത്താവിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണോ, സ്വഭാവ സവിശേഷത ഏതാണോ അതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ. അത് ഓരോ സഭയോടുള്ള ദൂതിനോടുള്ള ബന്ധത്തിലാണ് അത് എടുത്ത് ഉപയോഗിക്കുന്നത്. ഇവിടെ 7 സഭകളിൽ 4ാമത്തെ സഭയായ തുയത്തേര പട്ടണം താരതമ്യേന ചെറിയ പട്ടണമായിരുന്നു. എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ ഏറ്റവും ദീർഘമായ എഴുത്ത് ഈ സഭയുടെ ദൂതനാണ് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സഭയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ തുയത്തേര സഭയ്ക്ക് കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്ന 3 സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കിക്കൊണ്ടാണ്. 1, അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവൻ. 2, വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവൻ. 3, ദൈവപുത്രൻ. തന്റെ 3 സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കിക്കൊണ്ടാണ് കർത്താവ് ഈ ദൂത് ആരംഭിക്കുന്നത്. തുടങ്ങുന്നത് അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവൻ, പിന്നെ പറയാം വെള്ളോട്ടിന്
അഗ്നിജാലയ്ക്ക് സദൃശമായ കാലുള്ളവൻ ദൈവപുത്രൻ. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. നമുക്കറിയാം അഗ്നിജാല എന്നുള്ള പദം വെളിപ്പാട് പുസ്തകം ഈ വാക്യത്തിലുണ്ട്. അതുപോലെ 19-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളത്. ഒരു മനുഷ്യന്റെ കണ്ണുകളിൽ നിന്ന് അവനെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലെ. പലപ്പോഴും അവന്റെ കണ്ണി നോക്കിയാൽ, നിന്റെ കണ്ണ് നോക്കിയാൽ അത് മനസ്സിലായി, കള്ളം പറഞ്ഞാണോ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള ശൈലികളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അന്നേരം കണ്ണിൽ നോക്കുമ്പോൾ അവനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇവിടെ അഗ്നിജാലയ്ക്കൊത്ത കണ്ണ് യേശുക്രിസ്തുവിന്റെ ജ്വലിക്കുന്ന സ്വഭാവ വിശുദ്ധിയെ കാണിക്കുന്നു, ജ്വലിക്കുന്ന സ്വഭാവ വിശുദ്ധിയെ കാണിക്കുന്നു. അതുപോലെ മനുഷ്യരുടെ സകല രഹസ്യങ്ങളെയും വിവേചിച്ചറിയാനുള്ള കഴിവിനെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അവന്റെ കണ്ണിന് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ബാക്കിയുള്ളതിലേക്ക് നമ്മൾ വരാം. അന്നേരം സ്വഭാവ വിശുദ്ധിയെയും മനുഷ്യരുടെ സകല രഹസ്യങ്ങളെയും കാണുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള അതിനെയാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. അതായത് പാപത്തിന്റെ സാന്നിധ്യത്തിന്മേൽ തന്റെ ഉഗ്രകോപത്തെയും താൻ സകലവും കാണുന്നു എന്നതിനെയും അഗ്നിജാലയ്ക്കൊത്ത കണ്ണ് വ്യക്തമാക്കുന്നുണ്ട്. പാപത്തിന്റെ സാന്നിധ്യത്തിന്മേൽ, അതിന്റെ പാപം ഉള്ളിടത്ത് അവിടെ കർത്താവിന്റെ കോപം ജ്വലിച്ചു വരും. സകലത്തെയും താൻ കാണുന്നുണ്ട്. ഇതിനെയൊക്കെ ഈ അഗ്നിജാലയ്ക്കൊത്ത കണ്ണ് വ്യക്തമാക്കുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മളോടുള്ള ദൂതാണ്. അത് തുയത്തൈര സഭയുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പോകുന്നതല്ല. ഇതെല്ലാം നമ്മളോട് വ്യക്തിപരമായി ഇടപെടേണ്ട ദൂതാണ്. നിങ്ങൾ ആ തലത്തിൽ തന്നെ എടുക്കുക, ആ തലത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കുക. ഞാൻ വിധിക്കുകയല്ല ഞാൻ പറഞ്ഞത്. ഇതിൽ നിന്ന് ദൈവം എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആ നിലയിൽ നിന്ന് ഒരുങ്ങി വരുവാൻ വേണ്ടി കർത്താവിന്റെ കരുത്തിൽ നിന്ന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, കർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഒരു സൃഷ്ടിയുമില്ല എന്ന് പറയുമ്പോൾ നമ്മളുമില്ല. നമ്മളും കർത്താവിന് മറഞ്ഞിരിക്കുന്നവരല്ല. പരസ്യമായും രഹസ്യമായും ചെയ്യുന്ന എല്ലാ മനുഷ്യരുടെയും എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് കാണുന്നു എന്നതിനെ ഈ അഗ്നിജാലയ്ക്കൊത്ത കണ്ണ് അതിനെ കാണിക്കുന്നു. തീഷ്ണതയേറിയ ആ കണ്ണുകൾ സകലത്തിലും ചൂഴ്ന്നിറങ്ങി അതിന്റെ ശരിയായ അല്ലെങ്കിൽ അവസ്ഥയും അതിന്റെ ഉദ്ദേശവും അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ ഉദ്ദേശവും മനസ്സിലാക്കുന്ന ഒരു കണ്ണാണ്. എക്സ്റേ കണ്ണ്. നമ്മൾ എക്സ്റേസ് എന്ത് പറയുന്നത്, എക്സ്റേ കണ്ണാന്നൊക്കെ പറയുമ്പോൾ എക്സ്റേ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എയർപോർട്ടിലേക്ക് ആണെങ്കിൽ നമ്മുടെ ലഗേജിനുള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് ആ രശ്മി പോയി അതിനെ കണ്ടുപിടിച്ച് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് പോലെ തീഷ്ണതയേറിയ അഗ്നിജാലയ്ക്കൊത്ത ഈ കണ്ണ് നമ്മുടെ ഓരോരുത്തരും ഉള്ളങ്ങളിലേക്ക് ഇറങ്ങി അതിന്റെ ശരിയായ അവസ്ഥയും അതിന്റെ പിന്നിലെ ആ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കണ്ണാണ്. പ്രിയമുള്ളവരെ, കർത്താവ് എല്ലാം കാണുന്നു, അറിയുന്നു എന്നത് നമ്മുടെ അല്ലെങ്കിൽ അതിന് ആ ഒരു കാര്യം നമ്മെ ദൈവവചന കേൾവികളിലൂടെ നമ്മെ ബോധ്യമാക്കുന്നുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുത്തുകൊള്ളുന്നതിന് ഒരു കാരണം പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അതൊരു കാര്യമാണ്. കർത്താവ് അത് അറിയുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നമുക്കൊരു പാപബോധം ഉണ്ടാകുകയാണെങ്കിൽ, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വളർന്നില്ല എന്നുള്ള ഒരു സങ്കടം നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ, അതൊരു ദൈവവചന കേൾവിയിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിൽ കർത്താവ് നമ്മെ കാണുന്നു എന്നുള്ള ബോധ്യത്തിലേക്കാണ് അത് നയിക്കുന്നത്. എന്റെ കർത്താവ് നിന്റെ മുമ്പിലാണല്ലോ ഞാൻ നടക്കുന്നത്, നിന്റെ മുമ്പിലാണല്ലോ ഞാൻ നിൽക്കുന്നത്, നിന്റെ സന്നിധിയിലാണല്ലോ ഞാൻ ഇരിക്കുന്നത്, നിന്നിൽ നിന്ന് ഒന്നും മറയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്നോ എന്നുള്ളൊരു ബോധ്യത്തിലേക്കും അറിവിലേക്കുമാണ് അത് കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ വാക്യം ഞാൻ ഒന്ന് വായിക്കട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. ആ വാക്യം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിനും നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. പ്രിയമുള്ളവർ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം, ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി പ്രാവശ്യം കേട്ടോണ്ട് ഞാൻ അതിൽ വിശദീകരിക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും അവസാനത്തെ സെന്റൻസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. കർത്താവുമായിട്ട് നമുക്ക് കാര്യമുള്ളൂ. അന്നേരം ആ ഒരു ബോധ്യത്തിലേക്ക് വളരാൻ കഴിയുകയാണെങ്കിൽ അതാണ് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ഒരു മാനസാന്തരത്തിനും ദൈവസന്നിധിയിലുള്ള വളർച്ചയ്ക്കൊക്കെ ബലമാകുന്നത്. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. എല്ലാവരോടും മനസാന്തരപ്പെട്ടെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നുണ്ട്. താൻ നിയമിച്ച പുരുഷൻ
പുരുഷൻ മുഖാന്തരം, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണം, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു, നമുക്ക് വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു, നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, ക്രിസ്തുയേശു ഉയർത്തെഴുന്നേറ്റത് വിശ്വസിക്കുന്നവർക്ക് ജീവന്റെ ഉറപ്പ് നൽകേണ്ടതിന് മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവം ലോകത്തിൽ ന്യായം വിധിക്കും എന്നതിന്റെ തെളിവും കൂടിയാണ്. അതാണ് ആ 31-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഒരു ന്യായവിധിയും വെച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പ് കൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുകൾ കൊണ്ട് നമ്മെ ശോധന ചെയ്യുമ്പോൾ പ്രാഗൽഭ്യത്തോടെ ആയിരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അത് നമുക്ക്, കാരണം നമ്മളെല്ലാവരും ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, ജഡത്തിലാണ് ജീവിക്കുന്നത്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ട്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ക്രമീകരണങ്ങളെ വരുത്തുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയമാകട്ടെ, ആ ഒരു പ്രാഗൽഭ്യത്തിന് വേണ്ടി, ആ ഒരു കൃപയ്ക്ക് വേണ്ടി, ദൈവവചനത്തെ അനുസരിക്കുവാനും അവന്റെ ഹിതപ്രകാരം നമ്മളെ തന്നെ ക്രമീകരിക്കുവാനുള്ള ഒരു പ്രാഗൽഭ്യത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു വിഷയം കൂടി ഉൾക്കൊള്ളുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പിന്നെ രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവൻ എന്നാണ്. കർത്താവ് തുയത്തീര സഭയ്ക്ക് ദൂത് പറയുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാമതായി തന്നെ വെളിപ്പെടുത്തുന്നത് വെള്ളോട്ടിന് സദൃശ്യമായ കാലുകൾ ഉള്ളവനാണെന്നാണ്. തന്റെ സ്വഭാവ സൂക്ഷ്മതയെ കുറിച്ച് പറയാണ്. യാതൊരു മാലിന്യവും അല്ലെങ്കിൽ മാലിന്യമൊന്നുമില്ലാത്ത ശുദ്ധിയുള്ളതും വെട്ടിത്തിളങ്ങുന്നതുമായ ഒരു ലോകമാണല്ലോ വെള്ളോട്, അല്ലെങ്കിൽ വെള്ളോട് അതിനെയാണ് കാണിക്കുന്നത്. നല്ല പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായി വെട്ടിത്തിളങ്ങുന്ന, വളരെ ക്ലിയർ ആയിട്ടുള്ള കണ്ണാടി പോലെ ഇരിക്കുന്ന ഒരു ലോകമാണ് വെള്ളോട്. സഭകളുടെ മധ്യ ഉലാവുന്ന അവന്റെ കാലുകൾ എരിയുന്ന തീനാളങ്ങൾ പോലെ കത്തുന്ന പരിശുദ്ധി ഉള്ളവയാണെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആ കാലുകൾ കത്തുന്ന പരിശുദ്ധി, അല്ലെങ്കിൽ മനോഹരമായ കത്തുന്ന പരിശുദ്ധി ഉള്ളവരാണ്. അതിനൊപ്പം തന്നെ ഈ കാലുകൾ ഈ വിധത്തിൽ വർണ്ണിക്കുന്നത് അധികാരത്തെയും കാണിക്കുന്നു. സഭകളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ അവന്റെ അധികാരത്തിൽ അവൻ നടക്കുന്നത്, ആ അധികാരത്തോടുകൂടെ, ആ രാജാവ് എന്നുള്ള പദവിയോടുകൂടെ, ആ അധികാരത്തോടുകൂടിയാണ് അവൻ നടക്കുന്നത്. വെള്ളോടിന് സദൃശ്യമായ കാലുകളുള്ളവൻ എന്ന വിശേഷണം ക്രിസ്തുവിന്റെ അത്യുജ്വലമായ പരിശുദ്ധിയെയും സകലത്തിന്മേലുമുള്ള അവന്റെ അധികാരത്തെയും വ്യക്തമാക്കുന്നുണ്ട്. സഭയുടെ ഇടയിലൂടെ നടക്കുന്ന സഭകളുടെ മേലുള്ള പൂർണ്ണ അധികാരത്തോട്, ഞാനത് പറഞ്ഞല്ലോ, പൂർണ്ണ അധികാരത്തോട് തന്നെയാണെന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ മധ്യ ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. നമ്മൾ 13 ലോകിലൂടെ കാണുന്നുണ്ട്. ഈ ലോകിനിടയിൽ നമ്മളെ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ആ ദൈവിക സാന്നിധ്യത്തിലൂടെ അവൻ നടക്കുന്നത് ഒരു പൂർണ്ണ അധികാരത്തോടുകൂടിയാണ്. ആത്മാവിൽ അതിനെ ഗ്രഹിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ് ഈ വേദഭാഗത്തിൽ നമ്മളോട് ഇടപെടുന്നത്. ദൈവാത്മാവിനാൽ ദൈവിക അധികാരം നടക്കേണ്ടുന്ന ഇടമാണ് ദൈവസഭ. അതുപോലെ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈദ്യന്റെ ജീവിതത്തിലും ഈ ദൈവിക അധികാരം നടക്കേണ്ടതാണ്, ദൈവിക അധികാരത്തിന് ഇടം കൊടുക്കേണ്ടതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കട്ടെ. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇനി അടുത്ത മൂന്നാമതായിട്ട് കർത്താവ് തന്നെ വിശേഷിപ്പിക്കുന്ന ദൈവപുത്രൻ എന്നാണ് തുയത്തീര സഭയ്ക്ക് വെളിപ്പെടുത്തുന്നത്. ദൈവപുത്രൻ എന്നറിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തിത്വങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിനിടയിൽ അതിനെക്കുറിച്ച് ഒത്തിരി വാദങ്ങളും തർക്കങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. അതിനെതിരായി നിൽക്കുന്നവരും ആ കാര്യങ്ങളൊക്കെ നമുക്ക് നേതൃത്വത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏക ദൈവത്തിൽ തന്നെ ദൈവത്തിന്റെ 3 വ്യക്തികൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വേദപുസ്തകം നമുക്ക് തരുന്ന കാഴ്ച. ഞാനൊരു വാക്യം വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. പുത്രനായ ക്രിസ്തു വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ മേൽ ഇറങ്ങി വരുന്നു. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു. അതിനൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിതാവ് പുത്രനല്ല, അതുപോലെ ആത്മാവുമല്ല. അവിടെ പറയുന്ന പുത്രൻ പിതാവ് അല്ലെങ്കിൽ ആത്മാവുമല്ല. ഇവിടെ സ്വഭാവത്തിലും മനസ്സിലും ഹൃദയത്തിലും ഏക ദൈവം എന്ന നിലയിൽ ഒരുമിച്ച് ഒന്നാണ് അവർ, തികച്ചും ഒന്നാണ്. പക്ഷെ 3 ദൈവങ്ങളില്ല, ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ 3 വ്യക്തികളായിട്ട് നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ വേദപുസ്തക ദൈവശാസ്ത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ മനുഷ്യനെ വർണ്ണിക്കുന്നത് 3 ഘടകങ്ങൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കാറുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ ഒരു താരതമ്യം നമുക്ക് ദൈവിക വ്യക്തിത്വത്തിൽ എടുക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണ് നമുക്ക് താരതമ്യം. കാരണം ദൈവം ആത്മാവാകുന്നു എന്ന് യോഹന്നാൻ 4:24 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു,
ആരാധിക്കുന്ന നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു ഇരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ദൈവം ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്വത്തിലെ 3 വ്യക്തിത്വങ്ങളും ആത്മശരീരികളാണ്. എന്നാൽ അതേസമയം പുത്രനായ യേശുക്രിസ്തു നമ്മളെ പാപത്തിന്റെ പിടിയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ഈ താണഭൂമിയിലേക്ക് വന്നത് ജഡശരീരത്തിലാണ്. അവിടെയാണ് അതിന്റെ വ്യത്യാസം നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ആത്മശരീരമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് മാത്രമല്ല ആത്മശരീരം എന്ന് പറയുന്നത്, ദൈവവും ആത്മശരീരമാണ്. അന്നേരം ആ 3 വ്യക്തിത്വങ്ങളെ അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ശിഷ്യനായ പത്രോസ് ഈ വസ്തുത ഗ്രഹിച്ച ശേഷം ഏറ്റു പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആ ഭാഗം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. നമ്മുടെ വിഷയം തൃത്വമല്ലാത്തതിനാൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൂടെ പറയുന്നില്ല. ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് നമുക്ക് പല പരിമിതികളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ മനുഷ്യത്വത്തിലാണ്, നമ്മുടെ അറിവിന് പരിമിതിയുണ്ട്, നമ്മുടെ ഗ്രഹിക്കുന്നതിന് പരിമിതിയുണ്ട്. കാരണം ദൈവമാണ് നമ്മൾ വിശദീകരിക്കാൻ നമ്മൾ നോക്കുന്നത്. എന്നാൽ അവനെ താൻ ഇരിക്കും പോലെ കാണുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് നാം അവനോട് സദൃശന്മാരാകുമ്പോൾ അതിന്റെ അർത്ഥവും ആഴവും ഒക്കെ നാം ഗ്രഹിക്കും. അതിനൊക്കെ വ്യക്തമായി നാം നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് വചനത്തിനനുസരിച്ച് നമുക്ക് നമ്മളെ തന്നെ വെളിപ്പെടുത്താം. ഞാൻ മുന്നോട്ട് പോകട്ടെ. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ദൈവപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പദത്തെ കുറിച്ചാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവപുത്രൻ എന്ന ഈ പദം ഇവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ഒരൊറ്റ വാക്യത്തിൽ മാത്രമേ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ വേറെ ഉപയോഗിച്ചിട്ടുണ്ട്, ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അഗ്നിജാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്ന എന്നുള്ള പ്രസ്താവന അടങ്ങിയ ദൂത് അതൊരു ഗൗരവമേറിയ ഒരു പദമാണ്. നമ്മളെന്താ പറയാ, നമ്മള് അല്പം എന്താ പറയുന്നത്, ഞാൻ നമ്മൾ വന്നാൽ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മളെന്താ പറയുക, നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ അല്പം ഗൗരവത്തോട് പറയുന്നത് പോലെയുള്ള ഒരു പദമാണ് ഇവിടെ നമുക്ക് ആ ഒരു സംബോധനയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്നേരം ഈ ദൂത് തുയത്തേര സഭ വളരെ ഗൗരവത്തോടും ഭയത്തോടും ചെവിക്കൊള്ളേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഇത്ര ഗൗരവത്തോടെ ഈ ദൂതിനെ ഇവിടെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി തുയത്തേര കാലഘട്ടത്തിൽ ദൈവപുത്രൻ എന്നതിന് പ്രാധാന്യം കൊടുക്കാതെ മറിയയുടെ പുത്രൻ എന്ന നിലയിൽ മാത്രം കാണുന്ന ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള സമുദായങ്ങളിലേക്ക് നോക്കുമ്പോൾ മറിയ എന്നുള്ളതിന് ഒരു വലിയ പ്രാധാന്യം കൊടുത്തിട്ട് മറിയയുടെ പുത്രൻ എന്ന നിലയിലേക്ക്, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ പുത്രൻ എന്ന നിലയിലേക്ക് എടുത്ത് കാണിക്കാതെ മറിയയുടെ പുത്രൻ, മറിയയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആ തലത്തിൽ അങ്ങനെ ഒരു വീഴ്ചയെ എടുത്ത് കാണിക്കുന്നത് കൂടിയാണ്, അതിനെ മനസ്സിലാക്കുന്നതും കൂടിയാണ് ഈ പ്രസ്താവന. അവൻ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവപുത്രനാണ്, മനുഷ്യരുടെ ഒരു അല്ലെങ്കിൽ ആ ഒരു പരമ്പരകളിൽ വരുന്നതല്ല എന്നുള്ളത് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ സർവ്വജ്ഞാനത്തെയും സർവ്വശക്തിയെയും ദൈവത്തെയും ഇവിടെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് കരുണാസമ്പന്നനും സ്നേഹവാനും ആശ്വാസദായകനും ആയിരിക്കുമ്പോൾ തന്നെ പാപങ്ങളും ദുരുപദേശങ്ങളും അനുവദിക്കുന്ന സഭയും അല്ലെങ്കിൽ വിശ്വാസികളും തന്റെ ന്യായവിധിക്കും ശിക്ഷയ്ക്കും കാരണമാകുമെന്ന മുന്നറിയിപ്പ് ഈ ദൂതിലൂടെ കർത്താവ് നമ്മളോട് നമ്മളോടും കൈമാറുകയാണ്. തുയത്തേര സഭയോടല്ല, ഇന്ന് നമ്മൾ കേൾക്കുന്നത് നമ്മളോടും കൈമാറുകയാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. അതിന്റെ 19-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നറിയുന്നു. നമുക്ക് എല്ലാ സഭകളോടുള്ള ദൂതിൽ നിന്നുള്ള ആ പൊതുവായ ഘടന നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെത്താൻ എന്ന് വിശേഷത്തിന്റെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞ് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അവിടെയുള്ള നല്ല പ്രവൃത്തികളെ അഭിനന്ദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തുയത്തേര സഭയെയും ശോധന ചെയ്ത് കർത്താവ് അവരുടെ നല്ല പ്രവൃത്തികളെ അഭിനന്ദിക്കുന്നു. 4 വിധങ്ങൾ പുറപ്പെടുവിച്ച അവരുടെ പ്രവൃത്തികളോട് കൊടുത്തിരിക്കുന്നത്: 1 സ്നേഹം, 2 വിശ്വാസം, 3 ശുശ്രൂഷ, 4 സഹിഷ്ണുത. ഇവിടെ സ്നേഹം എന്നത് അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരും അന്യോന്യം സ്നേഹിക്കുന്നവരുമായിരുന്നു. അതിനൊപ്പം തന്നെ കർത്താവ് അഭിനന്ദിച്ച വിശ്വാസം അവരുടെ വിശ്വസ്തതയെ കാണിക്കുന്നതായിരുന്നു, ദൈവത്തോടുള്ള വിശ്വസ്തതയെ കാണിക്കുന്നതായിരുന്നു ആ വിശ്വാസം. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷയും സഹിഷ്ണുതയും അവരുടെ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉപഫലങ്ങളായിരുന്നു. അവർ സ്നേഹത്തിലും വിശ്വാസത്തിലും വളർന്നു വന്നപ്പോൾ ശുശ്രൂഷയിലും സഹിഷ്ണുതയിലും അവർ വളർന്നു വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗലാത്യലേഖനം 5-ാം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ ദൈവത്തിന് സ്വീകാര്യനാക്കി തീർക്കുന്നത്, ദൈവത്തിന്റെ മുമ്പിൽ ഇഷ്ടമുള്ളവനാക്കി തീർക്കുന്നത് വിശ്വാസമല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടൊന്നും ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് ഒന്നും നേടാനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രീതി പഠിച്ചു പറ്റുവാനോ ഒന്നും കഴിയുന്നില്ല. വിശ്വസിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ദൈവത്തിന്റെ മുമ്പ് ഒരു സ്വീകാര്യം ലഭിക്കുന്നത്. ദൈവം മനുഷ്യർക്ക് നീതി കണക്കിടുകയും വിശ്വാസത്തിലൂടെ മാത്രമാണ് അവരെ രക്ഷിക്കുകയും ചെയ്യുന്നത്. നീതി കണക്കിടുന്നതും വിശ്വാസത്തിലൂടെയാണ്. ആ വിശ്വാസമാണ് അതിനെല്ലാം പേരിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ
കാണുന്നുണ്ട്. മാത്രമല്ല അവൻ അവരെ രക്ഷിച്ചതിനു ശേഷം അവർ വിശ്വാസത്തിൽ നടക്കുകയും ക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും വേണം. യോഹന്നാന്റെ സുവിശേഷങ്ങളൊക്കെ നമുക്ക് ആ വാക്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ റെഫറൻസിലേക്ക് ഒന്നും പോകുന്നില്ല. അന്നേരം രക്ഷിക്കപ്പെട്ട ശേഷം വിശ്വാസത്തിൽ നടക്കുന്നതിന്റെ ഒപ്പം കൽപ്പനകൾ അനുസരിച്ച് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും വേണം എന്നുള്ള ആ ഒരു വലിയ കൽപ്പനയാണ്. എന്തൊക്കെ കർമ്മങ്ങൾ, എന്തൊക്കെ ആചാരങ്ങൾ നാം അനുഷ്ഠിച്ചാലും നാം ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒരു നന്മയും ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. സ്നേഹം ഉളവാക്കുന്ന വിശ്വാസം, അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ ഉളവാകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉളവാകുന്ന ആ സ്നേഹത്താൽ ഉളവാക്കുന്ന വിശ്വാസം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പ്രാധാന്യം അർഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എന്നുള്ള നിലയിൽ നമുക്ക് ഇത് തരം താഴ്ത്താൻ പറ്റുന്നില്ല. ഇത് മാത്രമാണ് ദൈവസന്നിധിയിൽ കണക്കിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ദൈവസന്നിധിയിൽ ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് സ്നേഹം ഉളവാക്കുന്ന വിശ്വാസം. അന്നേരം എപ്പോഴും അതാണ് കൊരിന്ത്യലേഖനം 13-ാം അധ്യായത്തിലൊക്കെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ വിവരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് സ്നേഹം ഉളവാക്കുന്ന വിശ്വാസം ദൈവസന്നിധിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണെന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കട്ടെ. കർത്താവ് തുയത്തീരു സഭയെ വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത് നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്ന് അറിയുന്നു എന്നാണ്. ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ. നമുക്കൊരു എഫെസോസ് സഭയെ നമുക്ക് കുറിച്ച് കണ്ടത് ആദ്യ സ്നേഹം പിന്നീട് കുറഞ്ഞു പോയി എന്നുള്ളതാണ്. അത് ഒടുവിലത്തെ പ്രവൃത്തി കുറഞ്ഞു പോയി എന്നുള്ളതാണ് മുമ്പ് എഫെസോസ് സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ അവർ ആദ്യത്തെ പ്രവൃത്തിക്കാൾ ഒടുവിലത്തെ പ്രവൃത്തി അവർ വർദ്ധിച്ചിരുന്നു. അതായത് ശുശ്രൂഷയും തീഷ്ണതയും കാലം ചെല്ലുന്തോറും കുറഞ്ഞു പോകുന്ന പല സഭകളെയും പോലെ ആയിരുന്നില്ല തുയത്തൈര സഭ. അവർ വീണ്ടും വർദ്ധിച്ചു വരുന്നതായിരുന്നു. സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയിൽ അവർ വർദ്ധിച്ചു വരുന്നവരായിരുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്ന് ഈ ഫലങ്ങൾ, ഇങ്ങനെയുള്ള ഈ ദൈവിക ഫലങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങളെ നമ്മുടെ ഇടയിലൊക്കെ തേടിയാൽ കർത്താവ് നമ്മളെ കുറിച്ച് എന്ത് സാക്ഷ്യപ്പെടുത്തും. തുയത്തൈര സഭയെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ സ്നേഹം, ഒടുവിലത്തെ സ്നേഹം ആദ്യത്തേലൊക്കെ വളരെ വലുതായിരുന്നു എന്ന് തുയത്തൈര സഭയെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ നമ്മളെ കുറിച്ച് കർത്താവ് എന്ത് സാക്ഷ്യമാണ് പറയുന്നതെന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാൻ, ഒന്ന് നമ്മളെ തന്നെ ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ എല്ലാവരുടെയും ഒടുവിലത്തെ സാക്ഷ്യം, ഒടുവിലത്തെ പ്രാഗൽഭ്യം, ഒടുവിലത്തെ വിശ്വാസം, അല്ലെങ്കിൽ ഒടുവിലത്തെ സ്നേഹം, ഒടുവിലത്തെ സമർപ്പണം, ഇതൊക്കെയും വർദ്ധിച്ചു വരുവാനിടയാകണം. നമുക്ക് എല്ലാവരും നമുക്കറിയാം, ദൈവം അതിനായ സാഹചര്യങ്ങൾ ഒരുക്കും. കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നു, അവന്റെ മുൻനിരയിൽ അവന്റെ മക്കളായി തീരുന്നവർക്ക് അവകാശം തന്നിരിക്കുന്നു. ഏറ്റവും അവസാനം ഭക്തിയോടെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ദൈവം നമുക്ക് വേണ്ടി അവസരങ്ങളെ ഒരുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും അതിനുവേണ്ടി ആകട്ടെ. ഏറ്റവും അവസാനം നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ ആ വിശ്വാസം, ഒടുവിലത്തെ വിശ്വാസം, ഒടുവിലത്തെ സ്നേഹം, ഒടുവിലത്തെ സമർപ്പണം, പ്രാഗൽഭ്യം, സാക്ഷ്യം, ഇതൊക്കെ വർദ്ധിച്ചു വരുവാൻ ഇടയാകട്ടെ. ഏറ്റവും അവസാനം നല്ലൊരു വിശ്വസ്തമായ ദാസനെ എന്നുള്ള ആ വലിയ വിളി കേൾക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും ഇടവരുത്തട്ടെ. ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മുന്നോട്ട് പോട്ടെ. എന്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. തുയത്തൈര സഭയുടെ പ്രവൃത്തികളാണല്ലോ ആദ്യം കർത്താവ് വർണ്ണിച്ചത്. അങ്ങനെ അഭിനന്ദിച്ച കർത്താവ് എങ്കിലും എന്ന പദം കൊണ്ട്, നമ്മൾ മറ്റേ കഴിഞ്ഞ പെർഗമോസ് സഭയിലും നമ്മളത് കണ്ടിരുന്നു, എങ്കിലും എന്ന പദം കൊണ്ട് അവരുടെ ദോഷവശങ്ങളെ വിവരിക്കുന്നുണ്ട്. ആത്മീയ ഉന്നതിയെ കുറിക്കുന്ന ചില പ്രവൃത്തികൾ അവരെ കുറിച്ച് പ്രശംസയ്ക്ക് കാരണമായെങ്കിലും ദുരുപദേശം അനുവദിക്കുന്നു എന്ന കുറ്റം അവരെ ബോധ്യപ്പെടുത്തുന്നു. ദുരുപദേശം നമുക്ക് പ്രധാനമായും ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള തലങ്ങളിലാണ് നമ്മൾ ഇടപെടുന്നത് കാണാൻ കഴിയുന്നത്. പെർഗമോസ്, സ്മുർന, അതുപോലെ ഇവിടെ വരുമ്പോഴും ഈ ദുരുപദേശത്തിന് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കുറ്റമായി പെർഗമോസ് സഭയിൽ കണ്ടത് ബിലയാമിന്റെ നിക്കലോവിന്റെ ഉപദേശമായിരുന്നെങ്കിൽ തുയത്തൈരയിൽ അത് ഇസബേലിന്റെ ദുരുപദേശമായിരുന്നു. യഥാർത്ഥത്തിൽ അത് ബിലയാമിന്റെ ഉപദേശത്തിന്റെ വേറൊരു പതിപ്പായിരുന്നു. ബിലയാമിന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ ദുർനടപ്പ് ആചരിക്കാൻ വേണ്ടിയായിരുന്നു ബിലയാമിന്റെ ഉപദേശം. അതുപോലെ തന്നെ ആ ഒരു തലത്തിൽ വേറൊരു നിലയിലായിരുന്നു ഇസബേലിന്റെ ദുരുപദേശം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവികതത്തിന് വിരോധമായ ഇത്തരം ആശയങ്ങൾ ഏത് തോട്ടത്തിൽ മുതൽ കാണാൻ കഴിയും. അന്നും ഇന്നും അത് പുതിയ പേരിലും പുതിയ അല്ലെങ്കിൽ പല വ്യക്തികൾ കൂടെ അത് പ്രചരിപ്പിക്കുകയും ആളുകൾ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്നും ആളുകൾ വഞ്ചിക്കപ്പെടുവാൻ ഇടവരുന്നുണ്ട്. ഇവിടെ തുയത്തൈര സഭയിൽ നിന്ന് ഇത് ഉയർന്നു വന്നത് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ്, സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. പുറത്തു നിന്ന് വരുന്നതിനേക്കാൾ എപ്പോഴും ദോഷമുണ്ടാക്കുന്നത് അകത്തു നിന്നും വരുന്നതാണ്, അകത്ത് രൂപം എടുക്കുന്നതാണ്. അതിനാണ്
സ്വീകാര്യം ലഭിക്കുക, അതിനാണ് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇനി പുറത്തു വരുന്നത് നല്ലതാണെങ്കിൽ പോലും, ഇനി ഏതെങ്കിലും ഒരു ഉപദേശം, നല്ലൊരു ഉപദേശം പുറത്തു നിന്നൊരു വ്യക്തി വരെ പറയുകയാണെങ്കിൽ പോലും നാം എന്ത് ചെയ്യും? സംശയത്തോടെ, അല്ലെങ്കിൽ നമ്മുടെ സമുദായസ്ഥനായ ഒരു വ്യക്തി കൃത്യമായ ദൈവശാസ്ത്രപരമായിട്ട് തെറ്റൊന്നുമില്ലാതെ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ സംശയത്തോട് മാത്രമേ അതിനെ വീക്ഷിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വളരെ കരുതലോടെ മാത്രമേ അതിൽ ഇടപെടുകയുള്ളൂ. എന്നാൽ നമ്മുടെ ഇടയിൽ വരുന്നതിനൊക്കെ നാം അങ്ങനെ ഒരു പരിശോധന ഒന്നുമില്ലാതെ അതിനെല്ലാം അനുവാദം കൊടുക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ഒന്ന് പരാജയം. ഇവിടെ കർത്താവ് പറയുന്നത്, തന്നെത്താൻ പ്രവാചകി എന്ന് വിളിക്കുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നിങ്ങൾ അനുവദിക്കുന്നതിലൂടെ ലൈംഗിക അധാർമികതയിൽ ഏർപ്പെടാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുവാനും തന്റെ ദാസന്മാരെ പഠിപ്പിക്കുകയും അതിനുവേണ്ടി വശീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അന്നേരം ദൈവദാസന്മാരെ വശീകരിക്കുക, ദൈവദാസന്മാരെ പഠിപ്പിക്കുക, അങ്ങനെ ഒരു തലത്തിലേക്കൊക്കെ വന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ വന്നിരിക്കുന്ന വലിയ തെറ്റെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇത് തീർച്ചയായും ഈ ദൂത് തുയത്തൈര സഭയെ അറിയിക്കുന്നതിന് ഏകദേശം നമുക്ക് ഇസബേൽ എന്നുള്ള കഥാപാത്രത്തെ നമുക്കറിയാം. കർത്താവ് ഈ ദൂത് പറയുന്നതിന് ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് അഹാബിന്റെ ഭാര്യയായ ഒരു ഇസബേൽ ഇസ്രായേൽ രാജ്ഞിയായിരുന്നു നമുക്കറിയാം. അതിനെയല്ല യേശു കർത്താവ് പരാമർശിക്കുന്നത്. തുയത്തൈരയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഇസബേൽ ചരിത്രത്തിലെ ഇസബേലിന് സമാനമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതിന് ഏകദേശം അതിന് തുല്യമായ, നമ്മൾ ഇസബേലിനെ കുറിച്ച് ഒന്നിന്റെ കാര്യങ്ങൾ പറഞ്ഞതേ മുന്നോട്ട് വേണ്ടി ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നത്, നമുക്ക് ആ ചരിത്രം ഒക്കെ അറിയാമല്ലോ. സിദോനിലെ എബ്ബാൽ രാജാവിന്റെ മകളായ ഇസബേൽ എന്ന മന്ത്രവാദിനി എന്ന തലത്തിൽ തന്നെ നമുക്ക് വിളിക്കാം. ഇസ്രായേലിനെ വശീകരിച്ച് യഹോവയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിനെതിരായ വിഗ്രഹ ആരാധനയിലേക്കും ആത്മീയ വ്യഭിചാരത്തിലേക്കും നയിച്ചതുപോലെ അതിന്റെ രൂപകമായ, അതിന് സാമ്യമായ ഇസബേൽ ഈ തുയത്തൈര സഭയിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ വിഗ്രഹാരാധനയിലേക്കും ആത്മീയ വ്യഭിചാരതയിലേക്കും അവിശ്വസ്തയിലേക്കും അല്ലെങ്കിൽ അവരുടെ രക്ഷകനായ ദൈവത്തിനെതിരായിട്ട് നയിക്കുകയായിരുന്നു. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഇസ്രായേൽ ഭർത്താവിനെ സ്വാധീനിച്ച് ഇസ്രായേൽ ദേശത്ത് ബാൽ ആരാധന പ്രചരിപ്പിക്കുവാൻ ബാലിന്റെ പ്രവാചകന്മാരെ ആക്കി വെച്ചത് നമുക്കറിയാം. അതുപോലെ യഹോവയുടെ പ്രവാചകന്മാരെ ഒരു കാരണവും കൂടാതെ കൊല്ലുന്നതിനെ കുറിച്ചും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാലിന്റെ യശേരിയുടെ പ്രവാചകന്മാർക്ക് കൊട്ടാരത്തിൽ അഭയം നൽകി സംരക്ഷിക്കുന്നതും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. അതിന്റെ ഒക്കെ ഫലമായി ഇസ്രായേലിൽ ബാൽ ആരാധന വ്യാപകമായി. അതുപോലെ നാബോത്തിന്റെ പിതൃസമ്പത്ത് അല്ലെങ്കിൽ പിതൃസ്വത്ത് ആ മുന്തിരിത്തോട് സൂത്രത്തിൽ കൈവശപ്പെടുത്തുവാൻ വ്യാജ ആരോപണങ്ങൾ സൃഷ്ടിച്ച് നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ച ചരിത്രവും നമുക്കറിയാമല്ലോ. ഇങ്ങനെ അഹാബ് രാജാവിനെ മുൻനിർത്തി രാജ്യം ഭരിച്ചത്, യഥാർത്ഥത്തിൽ രാജ്യം ഭരിച്ചത് ഇസബേൽ ആയിരുന്നു. ഇങ്ങനെ സകലവിധ മ്ലേച്ഛതകളുടെയും സാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും ഉറവിടമായ ഇസബേലിനോട് സാമ്യമുള്ള ഒരു വ്യക്തി തുയത്തൈര സഭയിൽ ഉണ്ടായിരുന്നു. അവൾ അധികാരം കൈയാളുമായിരുന്നു. ദുരുപദേശവും ദുരാചാരവും പുലർത്തിയ ഈ സ്ത്രീയുടെ പ്രവർത്തനത്തെ വിശദീകരിക്കുവാൻ പഴയ നിയമത്തിൽ ഇസബേലിനെ ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചിരിക്കാനാണ് സാധ്യത. അത് ഈ പേര് തന്നെയൊന്നും ആയിരിക്കത്തില്ല. ഇവിടെ പറഞ്ഞത് ഇസബേൽ എന്ന സ്ത്രീ അനുവദിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ വേദപുസ്തകത്തിൽ തിമോഥെയോസിന്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 2 തിമോഥെയോസിന്റെ 11-12 വാക്യം ഇങ്ങനെയാണ്: സ്ത്രീ മൗനമായിരുന്നു പൂർണ്ണ അനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്ന ഒരു വേദഭാഗം നമുക്കറിയാം. സ്ത്രീകളെ ദൈവ ശുശ്രൂഷകളിൽ നിന്ന് വിലക്കുന്നതല്ല ഈ വാക്യം, അങ്ങനെ ഒരു അർത്ഥത്തിൽ നാം എടുക്കേണ്ടത്. എന്നാൽ മൂപ്പന്മാർ ഇരിക്കുന്ന സഭയിൽ, ശുശ്രൂഷിക്കാൻ വേണ്ടിയിരിക്കുന്ന മൂപ്പന്മാർ, അധ്യക്ഷന്മാർ ഇരിക്കുന്ന സഭയിൽ ശുശ്രൂഷയിൽ അധികാരം ഉപയോഗിക്കുന്നതിന് അപ്പോസ്തലൻ വിലക്കിയിരുന്നു. ഒരു അധികാരത്തോടെയുള്ള ശുശ്രൂഷ വിലക്കിയിരുന്നു. പ്രാർത്ഥിക്കുന്നതിനും പ്രവചനം ഉൾപ്പെടെ തങ്ങൾക്ക് ലഭിച്ച കൃപാവരങ്ങളെ ഫലപ്രാപ്തിയോട് ഉപയോഗിക്കുന്നതിനോ സുവിശേഷം പറയുന്നതിനൊക്കെ സ്ത്രീകൾക്ക് അനുവാദമുണ്ട്, അതിനൊക്കെ സ്ത്രീകൾക്ക് പറ്റും. എന്നാൽ ഉപദേശ വിഷയത്തിൽ അധ്യക്ഷനും മൂപ്പന്മാരുമുള്ള സഭയിൽ സ്ത്രീകൾ അഭിപ്രായം പറയുന്നതിനെയാണ് പൗലോസ് വിലക്കിയത്. എന്നാൽ തുയത്തൈര സഭയിൽ കർത്താവിന്റെ ദാസന്മാരെ ഉപദേശിക്കുവാൻ ഒരു സ്ത്രീയെ സഭ അനുവദിച്ചു ഒരു കൽപ്പനയുടെ ലംഘനമാണ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനയുടെ ലംഘനമാണ്. സഭകളിൽ ദുഷ്ടന്മാരെയും അവരുടെ ദുഷ്ടതയെയും പ്രോത്സാഹിപ്പിക്കുന്നത് തീർച്ചയായും ഗൗരവമേറിയ ഒരു വിഷയമാണ്. അത് സഭയെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, ഇവരുടെ ഈ ഉപദേശ വിഷയം അത് തിരുവചനത്തിന് അനുസൃതമാണോ എന്ന് സഭ ശോധന ചെയ്തില്ല എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാമത് തെറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്നാണ് അവിടെ പറയുന്നത്. ദുർനടപ്പും വിഗ്രഹാരാധനയുമായിരുന്നു ഇസബേൽ എന്ന് അറിയപ്പെടുന്ന ഈ സ്ത്രീയുടെ ഉപദേശ വിഷയങ്ങൾ. അല്ലെങ്കിൽ ദുർനടപ്പും വിഗ്രഹാരാധനയും, ഈ രണ്ടുമായിരുന്നു ഈ സ്ത്രീയുടെ ഉപദേശ വിഷയങ്ങൾ. അന്നേരം അതിനെ ശോധന ചെയ്യുവാൻ സഭ
അല്ലെങ്കിൽ ചിന്തിച്ചില്ല, സഭ അതിനുവേണ്ടി ഒരുങ്ങിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ സഭയെ ബോധപൂർവം വഞ്ചിക്കണം എന്നുള്ള ചിന്തയിലായിരിക്കില്ല ഈ പ്രവൃത്തികൾ. പക്ഷേ പിശാചിന്റെ കയ്യിൽ ഒരു ഉപകരണമായി പോയി. എങ്കിലും താൻ ഒരു പ്രവാചി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വെറുക്കുന്ന ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദൈവദാസന്മാരെ വഞ്ചിച്ചു കളഞ്ഞു എന്നാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. പാപത്തിൽ നിന്നും കൃപയാൽ രക്ഷിക്കപ്പെട്ടവർക്ക് വീണ്ടും പാപം ചെയ്യാമെന്ന്, അതുപോലെ തന്നെ അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നതാ. പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, നമുക്ക് കൃപയാൽ രക്ഷിക്കപ്പെട്ടു, ഇനിയും നമുക്ക് പാപം ചെയ്യാം അല്ലെങ്കിൽ ദുർനടപ്പാകാം എന്നൊക്കെയുള്ള ഈ രീതിയിലുള്ള പഠനങ്ങൾ ഇന്നും നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു പഠനം, അങ്ങനെ ഒരു പഠിപ്പിക്കൽ ആ കാലഘട്ടത്തിലുണ്ടായി. അത്തരം സന്ദർഭങ്ങളിൽ ദൈവകൃപയാൽ വീണ്ടും പാപമോചനം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിയിലായിരുന്നു ഈ തുയത്തേര സഭയിൽ സംഭവിച്ചത്. അതായത് കൃപയാലുള്ള രക്ഷ പാപം ചെയ്യുന്നതിനുള്ള ഒരു അനുമതിയായി അതിനെ വ്യാഖ്യാനിച്ചു. അതാണ് അവിടുത്തെ തെറ്റ്. പ്രിയമുള്ളവരെ, സമീപകാലത്തും അതിന് സമാനമായ അതേപോലെയുള്ള നിരവധി ഉപദേശങ്ങൾക്ക് നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചതാണല്ലോ. പാപത്തിൽ അകപ്പെടുന്നത് കൃപയിലേക്ക് വീഴുകയാണെന്നുള്ള വിശദീകരണവും വ്യാഖ്യാനങ്ങളും നാം കേട്ടിട്ടുണ്ടല്ലോ. ദൈവവചനം അസാൻമാർഗീയം എന്ന് എണ്ണിയ പല പാപങ്ങളും ശരീരത്തിന്റെ ആവശ്യങ്ങളാണ്. അത് ചെയ്യുന്നതിനെ പാപമായി കരുതേണ്ട, അല്ലെങ്കിൽ പാപമായി കരുതണ്ട, അല്ലെങ്കിൽ അങ്ങനൊന്നും ചെയ്യേണ്ടതില്ല, കാണേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കൽ അവിടെ ഉണ്ടായി. അതുപോലെ ദൈവത്തിന് ശാരീരികമായ രൂപമില്ലാത്തതിനാൽ വിഗ്രഹങ്ങളോട് ദൈവത്തെ ആരാധിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു വാദവും വന്നുണ്ടായി. ഇന്ന് നമ്മൾ അങ്ങനെയുള്ള വാദങ്ങൾ ഒത്തിരി പേരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിന്റെ ശാരീരികമായ രൂപമൊന്നുമില്ല, അന്നേരം നമുക്ക് മനസ്സിലൊന്നും കിട്ടാൻ വേണ്ടി മാത്രമേ അങ്ങനെ ഒരു വിഗ്രഹത്തെ വെക്കുന്നുള്ളൂ എന്ന് പറയുന്നവരൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അത് തുയത്തേര കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി വന്നതാണെന്ന് നമുക്ക് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവവചനം വിഗ്രഹാരാധനയും അസാൻമാർഗതയും അങ്ങനെയുള്ള ജീവിതത്തെയൊക്കെ എതിർക്കുന്നതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവും ഇത്തരം പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാകുന്നു എന്നാണ് ദൈവജനം നമ്മളോട് പറയുന്നത്. ഇസ്രായേൽ രാജാവായ അഹാബിന്മേൽ ഇസബേൽ സ്വാധീനം ചെലുത്തി നാശത്തിന് ഇടയാക്കിയതുപോലെ അത് ശരിക്കും തന്റെ കുടുംബത്തെ മാത്രമല്ല ഇസ്രായേൽ രാജ്യത്തെ തന്നെ പ്രയാസത്തിലാക്കിയതുപോലെ, അതുപോലെ തുയത്തേര സഭയുടെ പ്രവർത്തനങ്ങളിലും ഇസബേലിന് സാമ്യമുള്ള ഒരു സ്ത്രീയെ ഉപദേശിക്കാൻ അനുവദിച്ചതിലൂടെ, അല്ലെങ്കിൽ അതിന് നിമിത്തം എന്ത് സംഭവിച്ചു? സഭ ദുരാചാരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു എന്നുള്ളതാണ്. 1-ാം നൂറ്റാണ്ടിൽ തുയത്തേര സഭയുണ്ടായ വീഴ്ചകൾ ഇന്നും തുടരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നൊരു വാക്കിലൂടെ വായിച്ചിട്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യട്ടെ. എന്റെ 21-ാം വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ്: ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പവും തിന്മാനും ഉപദേശിക്കുകയും ദേവദാസന്മാരെ തെറ്റിച്ചു കളയുകയും ചെയ്ത സ്ത്രീയെ തുയത്തേര സഭ അനുവദിച്ച കുറ്റം അവരെ അറിയിച്ചതിന് ശേഷം കർത്താവ് അവളോട് കരുണ കാണിച്ചു, അല്ലെങ്കിൽ ഒരു മാനസാന്തരപ്പെടുവാൻ ഒരു അവസരം നൽകിയെന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ആ അവസരം പ്രയോജനപ്പെടുത്തുവാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പെർഗമോ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞതുപോലെ വ്യക്തികൾ മാത്രമല്ല, സഭയും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. സഭയോട് മാനസാന്തരപ്പെടണം. കാരണം ഉപദേശ വിഷയങ്ങളാണ് പോയിരിക്കുന്നത്. അന്നേരം സഭ ഒന്നടങ്കം മാനസാന്തരപ്പെട്ടു വരണം. അന്നേരം അത് ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടും അതിനുള്ള അവസരം കൊടുക്കാത്ത വളരെയധികം പേർ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ആയുസ്, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു പുതിയൊരു ദിവസം തന്നതിനായി സ്തോത്രം എന്ന് നാം പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യാറുണ്ടല്ലോ. നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ആയുസ്, ദൈവവചനം കേൾക്കാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങൾ, അത് ദൈവത്തിന്റെ കരുണയാണ്. എല്ലാവരും അത് മനസ്സിലാക്കുക. ദൈവത്തിന്റെ ഒരു കരുണയാണ്. മാനസാന്തരപ്പെടുവാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി തരുന്ന മുഖാന്തരങ്ങളാണ്, അവസരങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. റോമലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? പ്രിയമുള്ളവരെ, നാം അതിനെ മനസ്സിലാക്കട്ടെ. ദൈവത്തിന്റെ ദയയെ മനുഷ്യർ പുച്ഛിക്കുന്നത്, അതിനൊന്നും ഇടവരരുത്, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാൻ ഇടവരരുത്. അനുസരണക്കേടിലും പാപത്തിലും തുടരുന്നതിലൂടെ ദൈവപുത്രനെയും സുവിശേഷത്തെയും നിരസിക്കുന്നതാണ് നമുക്ക് അങ്ങനെയാണ് സംഭവിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഞാൻ 1-2 വാക്കുകൾ വായിച്ച് കാണുന്നൂടെ ആട്ടെ. 2 പത്രോസിന്റെ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്: ചിലർ താമസം എന്ന് വിചാരിക്കും പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഈ ദീർഘക്ഷമയെ ഒരവസരമായി എടുക്കരുത്.
അല്ലെങ്കിൽ നമുക്ക് എന്തെയ്യുന്ന അതിനെ മുതലെടുക്കരുതെന്നൊക്കെയുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ട്. കർത്താവിന്റെ ദീർഘക്ഷമയെ ഒരു അവസരമായി എടുക്കരുത്. ചിലപ്പോൾ അത് ഒരു കണിയായി വന്ന് നമ്മുടെ അവസാന അവസരവും തകർത്തുന്നതാകും. അതുകൊണ്ട് അതിന് നാം ഇടം കൊടുക്കരുത്. ഇത് സുപ്രസാദ കാലം എന്നുള്ള വാക്യം നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ സുപ്രസാദ കാലം വിനിയോഗിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അത് രക്ഷിക്കപ്പെടുവാനുള്ളവർക്ക് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയെ ഉറപ്പിക്കുന്നതിനും കൂടിയാണ് ഈ അവസരം എന്നുള്ളത് നാം മനസ്സിലാക്കുക. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കട്ടെ. രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല ഈ സുപ്രസാദ കാലം. രക്ഷിക്കപ്പെട്ടവർക്ക് ക്രിസ്തുയേശുവിൽ ഒന്നുകൂടെ വളരുവാനും നമ്മുടെ രക്ഷയെ ഒന്നുകൂടെ ഉറപ്പാക്കുന്നതിനും കൂടിയാണ്. ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ് വചനങ്ങളെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് ഇന്ന് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ, ദയാവായ്പിൻ്റെ മുമ്പിൽ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാതെ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പാടാൻ കഴിയുമോ? എൻ്റെ കർത്താവേ, അവിടുത്തെ ശിഷ്യനാകുന്ന എനിക്ക് അവിടുത്തെ രൂപവും ഭാവവും എനിക്ക് തരണം. കർത്താവേ, എൻ്റെ കണ്ണുകൾ അങ്ങേ കണ്ടുകൊണ്ട് എന്നെ കാണുന്നൊരു കണ്ണുണ്ട് എന്നുള്ള ബോധ്യത്തോടെ, എന്നെ കേൾക്കുന്നൊരു കാതുണ്ട് എന്നുള്ള ബോധ്യത്തോടെ, എന്നെ മുഴുവനുമായും അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്നേഹമാ നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ അശേഷം